വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ അതെന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ വീഡിയോസും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പം തൃശ്ശൂരൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചക്കക്കുരു ഉണ്ടെങ്കിൽ മാങ്ങയും ചക്കക്കുരുവും തക്കാളി ഇട്ടിട്ട് പുളിങ്കറി വയ്ക്കും. അപ്പം അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രോ കാണിക്കുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള പരിപ്പ്, അതിലേക്ക് ചക്കക്കുരു ഇട്ടു, പിന്നെ തക്കാളി, പിന്നെ ഇതിലേക്ക് ഞാനിട്ടത് കുറച്ച് പച്ചമുളക്, അതായത് 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. ഒരു വലിയ 2 കേട്ടോ, 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മറ്റേ ഉണ്ടയായിട്ടുള്ള മുളകുണ്ടല്ലോ, അത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതിന് നല്ല എരിവാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ വരുമ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഈ ചീര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമുളക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വേവിച്ചെടുക്കുക, വാട്ടിയെടുക്കുക കേട്ടോ. വേറെ സവാളയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയൊന്നും ചേർക്കുന്നില്ല, കടുകും പൊട്ടിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ചീര ഇട്ടു. ഒന്ന് 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അപ്പോഴത്തേക്കും 2 വിസിൽ വന്നു കേട്ടോ. 2 വിസിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നേരമായി. അപ്പോൾ വിസിൽ ഞാൻ പോയോന്ന് നോക്കി, എന്നിട്ട് ഞാൻ ഇത് കുക്കർ ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ അതേ പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നോക്കി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം എന്ന് പറയുമ്പോൾ ചിലർക്ക് നല്ല പുളി വേണം കേട്ടോ. എനിക്കപ്പോൾ അധികം പുളി വേണ്ട, എന്നാലും പുളി വേണം. ചിലർക്ക് ഈ കറിയിൽ പുളി ഇത്തിരി കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അത്രയും ചേർക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചീര ഞാനൊന്ന് വീണ്ടും നോക്കി, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ പുളി ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ആ നന്നായി വെട്ടിത്തിളച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തീ ഞാൻ നന്നായി വെട്ടിത്തിളച്ച്, അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് മതി കട്ടി. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. ഇനി അതിലേക്ക് താളിക്കാം. ഞാനതിലേക്ക് കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് താളിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിലും ശരി, എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി കൂട്ടി അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ലഞ്ചിന് ഇതുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ പയറുണ്ടല്ലോ, പച്ചപ്പയർ, ഇതെന്താ അച്ചിങ്ങാപ്പയർ, പിന്നെ മറ്റേ അച്ചിങ്ങാപ്പയർ, വാളംപയറെന്ന് പറയുമോ, നമ്മുടെ പച്ചപ്പയർ കേട്ടോ. ഈ പയർ അതും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിത് കടുക് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചില്ല. അപ്പം ഞാൻ കടുക് പൊട്ടിക്കാൻ വെച്ചിരുന്ന വറ്റൽമുളക് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടാണ് ഇട്ടത്. ഈ വറ്റൽമുളകിന് ഭയങ്കര എരിവാണ്. ഈ ഒരെണ്ണം നമ്മൾ താളിക്കുന്ന നേരത്തെ ഇട്ടാൽ തന്നെ ഭയങ്കര എരിവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ കളഞ്ഞിട്ട് അത് വെറുതെ അതും കൂടെ ഇട്ടു. ഇനി ഇതും ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല. അത് കഴുകിയപ്പോഴും അതിലുള്ള കുറച്ച് വെള്ളം പിന്നെ ഈ ആവിയിൽ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടച്ചു വെച്ചിട്ട്. അപ്പോഴത്തേക്കും അതവിടെ തന്നെ കിടന്ന് ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. മക്കളൊക്കെ സ്കൂളിൽ പോയി. അവർ ലഞ്ചിനുള്ളതൊക്കെ അവർക്ക് രാവിലെ ചപ്പാത്തിയൊക്കെ ആക്കി കൊടുത്തിട്ടാണ് അവർ അത് കഴിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇത് മതി, നമുക്ക് ഇതന്നെ ധാരാളം. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
കുക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വ്യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് മടിയായി തുടങ്ങി ഇടാനായിട്ട്. അപ്പോൾ ഇതാ ചോറ് കഴിക്കാനായിട്ട് ചോറ് വിളമ്പാണ് കേട്ടോ. ചോറ് വിളമ്പാണ്. ആദ്യം ചോറ് വിളമ്പി, അപ്പോൾ കുറച്ചേ വിളമ്പിയിട്ടുള്ളൂ. ബാക്കി വേണമെങ്കിൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിളമ്പി. എന്നിട്ട് അതിലേക്ക് എന്താണ് ചീര വെച്ചു, ചീരത്തോരൻ. ചീര ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റേ മൂപ്പിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ മറ്റേ ചില്ലി മറ്റേ മുളക് പൊടിയൊന്നും ഇടാതെ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും ചേർക്കാതെ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്. പിന്നെ പയർ വെച്ചു. പിന്നെ ഞാൻ എന്താ നമ്മുടെ പുളിങ്കറി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു. അപ്പം നല്ലതായിരുന്നു ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ താങ്ക് യു.